ഹായ് ഫ്രണ്ട്സ്, റസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ സ്പെഷ്യലായിട്ട് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മുളക് വടയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഇതിനുള്ള കമൻറ്റും ഇടുക. എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. പച്ചമുളക്, ഇഞ്ചി, സവോള, കറിവേപ്പില, ഈസ്റ്റ്, ഉപ്പ്, മൈദ. ഇത്രയും സാധനങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ 1/2 കിലോ മൈദയ്ക്ക് 4-5 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി, വലിയ സവോളയാണെങ്കിൽ പകുതിയും, ചെറുതാണെന്നുണ്ടെങ്കിൽ 1 സവോള മുഴുവനായും, 2 തണ്ട് വേപ്പിലയും നമുക്കിതിൽ ഉപയോഗിക്കാം. ഈസ്റ്റ് പെട്ടെന്ന് പൊങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഉപ്പ് ആവശ്യത്തിന് ഉപയോഗിക്കാം. എല്ലാം എടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പും ഈസ്റ്റും പൊടിയും ചേർത്ത് നന്നായി കുഴക്കണം. വെള്ളം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചേർക്കാം. ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല, പച്ചവെള്ളം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കുക്കിങ്ങിനായിട്ട് അവരവരെടുക്കുന്ന വെള്ളം അതിലേക്ക് ചേർത്ത് മാവ് കലക്കിയെടുക്കണം. ഇത് കലക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം നല്ല രീതിക്ക് നനയാൻ വേണം, എന്നാൽ വെള്ളം പോലെ ആയി പോവുകയും ചെയ്യരുത്. എല്ലാം കൂടി ഒന്ന് തിരുമ്മി ഞെരടി എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെ കലക്കിയെടുക്കാവുന്നതാണ്. കുഴച്ച് വന്നു കഴിയുമ്പോൾ അത്യാവശ്യം ചപ്പാത്തിയിലും നല്ല രീതിക്കൊരു സോഫ്റ്റായിട്ടുള്ള രീതിയിൽ കലക്കി വെക്കുക. കലക്കി കുറച്ച് നേരം സമയം മാവ് പൊങ്ങുന്നതിനായിട്ട് വെക്കണം. അതിനായിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത്. ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ മാവ് പൊങ്ങിക്കിട്ടും. മാവ് പൊങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അവസ്ഥയിലായിരിക്കും കിട്ടുന്നത്. ഇതാണ് ബോണ്ടയ്ക്കുള്ള മാവ്, അല്ലെങ്കിൽ മുളക് വട, സവാള വട എന്നറിയപ്പെടുന്ന മാവിൻ്റെ അവസ്ഥ. ഇതിനെ നമുക്ക് തിളച്ച എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. എണ്ണയിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ബോൾ ആയിട്ട് എടുത്തിട്ട് തള്ളവിരൽ കൊണ്ട് നടുക്കൊരു ഹോള് പോലിട്ട് എണ്ണയിലേക്ക് ഇടുക. ഇങ്ങനെ ഇട്ട് വരുന്നതെന്ന് നമ്മൾ എന്തോരം എണ്ണ ഒഴിച്ചിട്ടുണ്ടോ ആ എണ്ണയിൽ കൊള്ളുന്ന രീതിയിലുള്ള മാവ് വടയ്ക്കായിട്ട് നമുക്കിടാം. ഇത് മുരിയുന്നതനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കുക. നല്ലപോലെ മുരിഞ്ഞ് അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. നല്ലതുപോലെ മുരിയണം. മുരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് നമുക്കിതിൽ നിന്നും കിട്ടും. 2 വശവും നല്ലപോലെ മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുത്തതിന് ശേഷം എണ്ണ ഊറി പോകാനായിട്ട് ഇതുപോലൊരു പാത്രത്തിലോ ഒക്കെ എടുത്ത് വെക്കാവുന്നതാണ്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ലപോലെ മുരിഞ്ഞ് നല്ല ചൂട് മുളക് വട റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് ചായക്ക് സ്നാക്സ് ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരും എന്നെ ഓർക്കുമല്ലോ. ബൈ.